നമസ്കാരം. എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെയാണ് ഫേസ്ബുക്കിലെ സപ്പോർട്ട് ആൾക്കാരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഫോറിൻ ആൾക്കാരാണ്. പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന ഫേസ്ബുക്കിൻ്റെ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്നവരെല്ലാം ഫോറിൻ ആൾക്കാരാണ്. അവർ വർക്ക് ചെയ്യുന്നത് അമേരിക്കയിലും ലണ്ടനിലും അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ ടൈമും നമ്മുടെ ടൈമും തമ്മിൽ മാച്ച് ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സപ്പോർട്ട് ആവശ്യപ്പെടുന്ന സമയം നമ്മുടെ ഒരു ഇന്ത്യൻ ടൈം ഒരു 11 മണിക്ക് രാവിലെ 10-10:30 അല്ല 11 മണി മുതൽ നിങ്ങളൊരു 1 മണി 2 മണി വരെ ഇടയിൽ സമയം നോക്കിക്കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിവതും ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ വെബിൽ കൂടെ നിങ്ങൾ ഈ സപ്പോർട്ട് ആവശ്യപ്പെടാൻ ശ്രമിക്കുക. മൊബൈൽ ആപ്ലിക്കേഷൻ കൂടെ എടുക്കുന്നതിനേക്കാൾ നല്ലത് വെബാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അവരെ ഒരു വെബ് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലിങ്ക് അയച്ചു തരും. അപ്പം കഴിവതും മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അത്ര ആക്റ്റീവ് ആകുകയില്ല. കമ്പ്യൂട്ടറിലാകുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഷെയർ ചെയ്യാനും അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യാനും പറ്റും. പിന്നെ എങ്ങനെ ഇത് റീച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങളോട് പറയാം നിങ്ങളുടെ ആവശ്യം എന്തുവാന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പം ഐ ഹാവ് എ പ്രോബ്ലം അല്ല വീഡിയോ അപ്ലോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ പ്രീ റെക്കോർഡായിട്ടുള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി കൊടുത്തിട്ടുള്ള കുറേ നമുക്ക് സൊല്യൂഷൻസ് തരും. അങ്ങനെ തന്നെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കസ്റ്റമർ കെയറിലേക്ക് റീച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ നിങ്ങൾ കുറേ വിശദമായിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ അവരുടെ ഹിസ്റ്ററിക്കകത്തോ ഇല്ലാത്തൊരു കാര്യമാവുന്നത് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ അങ്ങോട്ട് റെഫർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പറയുന്ന വീഡിയോ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മൊബൈൽ കണ്ട് ഇങ്ങനെ തിരിച്ച് കണ്ടു നോക്കുക. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെബിൽ ഗൂഗിൾ ക്രോമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെബ് ഇൻ്റർഫേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്യാവശ്യം അറിയേണ്ടത് നമുക്കിതിൻ്റെ പേജിൻ്റെ പാത്ത് തരണം. അവർ ചോദിക്കും നോർമലി നിങ്ങളുടെ പേജിൻ്റെ ലിങ്ക് തരാൻ പറയുമ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. അതിനാദ്യം ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കണ്ടില്ലേ ഈ ഒരു പോർഷൻ, ഇപ്പോൾ എൻ്റെ എഴുതിയിരിക്കുന്ന ഫേസ്ബുക്ക് ഡോട്ട് ചുമ്മാ അതൊരു കഥ എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വരുന്നത് അത് നിങ്ങൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെക്കുക. ഒരു വേർഡ് ഫയലോ ആക്കി പേസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കണ്ടൻറ്റിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കണം ലിങ്ക്. കാരണം ഇത് നോർമലി അവർ ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ പേജിലേക്ക് വീണ്ടും കയറുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പം ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഇതാണെങ്കിൽ ഇവിടുത്തെ നമ്മളറിയാം പോസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ 3 ഡോട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമ്മൾ കോപ്പി ലിങ്ക് എന്നൊരു പോർഷൻ എടുക്കുക. ആ കോപ്പി ലിങ്ക് കോപ്പി ചെയ്ത്